എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ടെല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്. ഫസ്റ്റ് കിഴി. ഓക്കെ, ഒരു ഒന്നൊന്നര സാധനം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഓക്കെ, തലവൻ സിനിമയുടെ ലിറിക്കൽ വീഡിയോ ഇന്ന് 6 മണിക്ക്. ഒറ്റൊരു സോങ്ങേ ഉള്ളൂ, അത് ബിജു മേനോൻ പാടിയത്. ആ സോങ് ആയിരിക്കും ഇന്ന് വരുന്നുണ്ട്. എന്തായാലും ആ സോങ് നമുക്കൊരു സോങ് ആയിട്ട് എടുക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ ആ സിനിമയിലല്ലേ ഒരു കുറച്ചൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി കൂടുതൽ കാണിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതായത് ആ ഒരു സന്ദർഭത്തിന് ചേർന്നതായിരുന്നില്ല ആ സോങ്. അടുത്ത കിഴി സുമതി വളവ്. അഭിലാഷ് പിള്ളൈ, അതായത് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതിനെക്കുറിച്ച് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, ഒരു പോസ്റ്റ്. അതൊരു സംഭവം തന്നെയാണ്. അതൊരു ത്രില്ല് സാധനം. അതെ, അതായത് ഈ സുമതി വളവ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അനൗൺസ്മെന്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളും ആ അന്നത്തെ കാലത്തെ നാട്ടുരാജാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം. ആ സംഭവവും പിന്നെ 1953 അതായത് ജനുവരി 23 മരിച്ച സുമതി വളവുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ തോന്നിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനുള്ള എന്താ പറയുക ഉത്തരം ഈ സിനിമയിലുണ്ടെന്നാണ് അഭിലാഷ് പിള്ളൈ പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും ഈ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഈ സിനിമയുടെ ഹൈപ്പ് ഉയർത്തി. സത്യം, തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയും കൂടി ആയിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം അതേ ടീമിൻ്റെ അടുത്ത സിനിമയാണ് സുമതി വളവ്. അതുകൊണ്ട് തന്നെ ആ സിനിമയേക്കാൾ വലുത് വേണം. എന്തായാലും അതിനേക്കാളും വലുത് തന്നെ ആയിരിക്കും. ഇപ്പൊ ഇത്രയും കേട്ടപ്പോൾ തന്നെ ഏകദേശം അതിനേക്കാളും വലുത് തന്നെ ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം. ഇതൊരു ഹൊററാണല്ലോ, എന്തിനാണ്? അതെ, ഏത് രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും. അധികം ഒന്നും പറഞ്ഞു പോകണ്ട. മാളികപ്പുറത്തിന്റെ ഹാഫ് ടൈമിന് ശേഷം ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു സാധനത്തിൽ തന്നെ അവർ കൊണ്ടുപോയേക്കുന്ന ഒരു രീതിയുണ്ട്. ക്ലൈമാക്സിൽ ആ കുട്ടി 18ാം പടി കയറുന്ന ആ സീനില്ലേ, എന്താ ഫീല്. ഇത്രയും മേക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ഒരു കൺസെപ്റ്റില് ഒരു സാധനം എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. യെസ്. അടുത്തത് OG സിനിമയുടെ പുതിയൊരു പോസ്റ്റർ ഇരിക്കട്ടെ. ഈ പോസ്റ്റർ വരാൻ ഉണ്ടായ സാഹചര്യം റിസൾട്ട് 21 നേടി എന്നുള്ളതാണ്. പവൻ കല്യാൺ. അപ്പോൾ ഈ OGയുടെ പോസ്റ്ററിൽ തന്നെ അത് വ്യക്തമാണ്. ആളിരിക്കുന്ന ആ ഒരു ചെയറുണ്ടല്ലോ, സിംഹാസനം, തീയാണ്, കത്തുകയാണ്. ആളിപ്പോ എനിക്ക് ഇവിടെ മാത്രമല്ലടാ, എനിക്ക് രാഷ്ട്രീയത്തിൽ കൊണ്ടാ പിടിയുന്നത്, സിനിമയിൽ മാത്രമല്ല. അതാണ്, അതായത് 2 രീതിയിലും പവറാണല്ലോ. പവൻ കല്യാൺ. ഓക്കെ, എന്തായാലും പവർ കല്യാൺ ആക്കണം. ഓക്കെ, അടുത്ത കിഴി മാർക്കോ സിനിമയുടെ എന്തായിരിക്കും വീഡിയോ, ലൊക്കേഷൻ വീഡിയോ. ഇപ്പൊ അതാണല്ലോ സ്ഥിരം പരിപാടി, ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, സാധാരണ ഒരു സിനിമക്ക് ഇത്രയും വീഡിയോസ് വരുന്ന കണ്ടില്ല കേട്ടോ. അതായത് BTS എന്നുള്ള രീതിയിൽ ഓരോന്നും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവബഹുലമായ ഒരു റിയൽ പാൻ ഇന്ത്യൻ മൂവിയാണ് എന്നുള്ളതാണ് ഇൻസൈഡ് ടോക്സ്. നമ്മൾ അങ്ങനെയാണ് അറിഞ്ഞത്. സാധാരണ ലെവലിലൊന്നും പ്രതീക്ഷിച്ചാൽ പോരാ, മുകളിൽ തന്നെ പ്രതീക്ഷ എന്നുള്ളതാണ്. റോളിംഗ് ആക്ഷൻ മേക്കിംഗ് കൊണ്ട് തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം. അത് വേറെ ഓരോ വീഡിയോയിലും ഉണ്ട് കേട്ടോ, എന്തുമാത്രം സെറ്റപ്പിലാണ് അവർ സിനിമ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അടുത്ത കിഴി മന്ദാകിനി സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് 3.23 CR കേട്ടോ. 1.5 കോടിയും കണ്ട ബഡ്ജറ്റ് ഉള്ളൂ. 2 കോടിക്ക് അടുത്താണ് നെറ്റിൽ പറയുന്നത്. ഓക്കെ, അടുത്ത കിഴി വീരധീര സൂരൻ. SU അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ ചിയാൻ വിക്രമാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ, പക്ക ആക്ഷൻ മൂവിയാണെന്നുള്ളതാണ് കേട്ടത്. പിന്നെ ആൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇമോഷൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആൾ
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടോ. വിക്രം തങ്കളാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ധ്രുവ നക്ഷത്രം അത് നോക്കണ്ട, അത് മറന്നേക്ക്. അടുത്തത് കുബേര സിനിമയുടെ ഹൈദരാബാദ് ഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കുന്നത് ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. നാഗാർജുനയും ധനുഷും ഒരുമിച്ചുള്ള സീക്വൻസ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും രണ്ടുപേരും ഹൈദരാബാദിലുണ്ട്. ശേഖർ കമ്പൂലയാണ് പറഞ്ഞിട്ടുള്ളത് ഈ മന്തോട് കൂടിയിട്ട് തന്നെ സിനിമയുടെ ഷൂട്ട് ഫുൾ തീരും. ഓക്കെ അടുത്ത കിഴി വിടാമുയർച്ചി. മകിഴ് തിരുമേനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് സിനിമയുടെ 90% ഷൂട്ട് ഡൺ. ഇനി ബാക്കി കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. എന്തായാലും സിനിമയുടെ ഒരു നെക്സ്റ്റ് ഷെഡ്യൂളും കൂടി കഴിഞ്ഞാൽ സംഭവം കഴിയും. എന്തായാലും ഈ മാസം അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതാണ്. വിടാമുയർച്ചി മറ്റേതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി, അജിത്തിൻ്റെ. അപ്പം അത് ബ്രേക്ക് ടൈമിൽ ഇത് തീരുമായിരിക്കും. എന്താണെങ്കിൽ 2 സിനിമ അടുപ്പിച്ച കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അജിത്ത് ചെയ്യാതെ മറ്റൊന്നിലേക്ക് കടക്കുന്നത്. STR 48 സിനിമയില് മ്യൂസിക് യുവാൻ ശങ്കർ രാജ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. റൂമറുകൾ ശക്തമാണ് കേട്ടോ. കുഴപ്പമില്ല, നന്നായാ മതി. ഗോട്ടിലെ പാട്ടൊക്കെ കേട്ടിട്ട് എൻ്റെ ആ പോന്നെ. ഓക്കെ അടുത്ത കിഴി പ്രശാന്ത് നീൽ NTR മൂവി. സിനിമയുടെ ഷൂട്ട് ഓഗസ്റ്റിൽ തുടങ്ങാതിരിക്കുകയാണ്. ഓക്കെ മെക്സിക്കോയിൽ വെച്ചിട്ടാണ് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. സിനിമയിൽ നായിക ആരാന്നുള്ളത് അറിയോ? നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രശ്മിക മന്ദാന. രശ്മിക മന്ദാന എങ്ങനെ ഉണ്ടാവും? രശ്മിക മന്ദാന ഇപ്പം NTRന്റെ കൂടെ ധനുഷിന്റെ കൂടെ പുഷ്പ പടങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന സിനിമയില് ശരിയാ എല്ലാം ഓക്കെ. ഡേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അതിൽ കൂടുതലൊന്നും വേണല്ലോ. അത്ര പറയാം, തള്ളുമ്പോ അങ്ങനെയൊക്കെ തള്ളാം. അടുത്തത് തള്ളല്ലേ, തള്ളാലോ. ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ദളപതിയുടെ ഡബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കൻ ഷെഡ്യൂൾ തീർന്നിട്ട് സംവിധായകൻ വെങ്കട് പ്രഭു തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഷെഡ്യൂൾ കൂടി ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ കേട്ടോ. റിലീസ് ഡേറ്റ് പറഞ്ഞല്ലോ ഇതിന്റെ? റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 ശരിയാ. ഓക്കെ അടുത്ത കൽക്കി. ചെറിയ സിനിമ. കൽക്കി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അനൗൺസ്മെൻ്റ് എത്തിയിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് ജൂൺ 27. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നത് ജൂൺ 10. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ലെവല് വേറെ ലെവലിലേക്ക് ഉയർത്താൻ പോകുന്ന സിനിമ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷ. അത് മാത്രമല്ല, ഇവിടെ കിടന്നിട്ട് അഹങ്കരിക്കുന്ന പല ആൾക്കാരുണ്ട് കളക്ഷന്റെ കാര്യത്തിൽ. അതൊക്കെ മലർത്തിയടിച്ചിട്ട് ഇങ്ങനെ മുകളിൽ നിർത്തണ്ടല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ നിൽക്കുന്നില്ലേ അതേപോലെ. ഇനി ആരാടാ ഉള്ളതെന്ന് ചോദിക്കും. അടുത്തത് മമ്മൂക്ക ഗൗതം മേനോൻ മൂവി. സിനിമ ജൂൺ 10 ശേഷം ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത്. അതെ. സൂരജ് ആൻഡ് നീരജ് ABCD സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വീണ്ടും സ്ക്രിപ്റ്റ് എഴുതുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നയൻതാര സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷമായി. ഒഴിവാക്കി എന്ന് പറയാനില്ല, കാരണം എന്താ അറിയോ, നയൻതാര ആയിരിക്കും എന്നുള്ളത് റൂമേഴ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും നയൻതാര ഇല്ല, അതാണ് ഇപ്പൊ കേട്ടത്. ഓക്കെ അടുത്ത കത്തനാർ സിനിമയെ കുറിച്ച് നമ്മുടെ അനുഷ്ക ഷെട്ടി ആള് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ സംഭവമാണ്. അതായത് ചിത്രത്തില് ആളൊരു ഗോസ്റ്റ് ആയിട്ടാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രതീക്ഷ. അതായത് നമ്മുടെ നീലി സംഭവം ആള് ഇതിൽ ഗോസ്റ്റ് അല്ല. അപ്പൊ പിന്നെ ആരായിരിക്കും? അതൊരു ചോദ്യമാണ്. എന്തായാലും ആള് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ഒരു ഭീകര ത്രില്ലർ ആയിരിക്കും സിനിമ. ഹൊറർ ത്രില്ലർ. ഹൊറർ ഉണ്ടാവുമോ? കത്തനാലും പിന്നെ ഹൊറർ അല്ലാണ്ട് പിന്നെ പ്രേമം കൊണ്ടുപോയിക്കോളാം. നമ്മളെ നീലിയായിട്ടപ്പോ ആരെങ്കിലും നീല് ആരെങ്കിലും ആയിക്കോട്ടെ. എന്താണെങ്കിൽ എന്തിന് ഹൊറർ ഉണ്ടാവുമോ നീ ചോദിച്ചാൽ നീ ആദ്യം വന്ന ഒരു ഗ്ലിംസ് കണ്ടില്ലായിരുന്നു? അതൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് വല്ലതും ഉണ്ടായിരുന്നു. അതൊക്കെ ഫിക്ഷൻ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ അതിൽ ഹൊറർ വരാത്ത എലമെന്റ്സ്
ഹൊറർ എലമെന്റ്സ് ഉൾപ്പെടുത്താത്ത രീതിയിലാണെങ്കിലോ ഹൊറർ എലമെന്റ്സ് ഇല്ലാണ്ട് കത്തനാർ എന്ന് പറഞ്ഞ കഥ പോകൂല. അത് നമ്മുടെ ചിന്താഗതി. ഇനിയിപ്പോ ആ കഥയിൽ ഇനി വല്ല മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറയാൻ പറ്റില്ല. അതായത് ഓരോ ലേയേഴ്സ് പിടിച്ച് ചെയ്താലും, പക്ഷെ അതിനകത്ത് ഏത് ലേയേഴ്സ് പിടിച്ചാലും അതിൽ വരും മജീഷ്യൻ, പിന്നെ മറ്റേ താന്ത്രിക വിധിയാണെങ്കിലും മന്ത്രമാണെങ്കിലും എന്ത് പിടിച്ചാലും ഇതിന്റെ ഒക്കെ ഒരു ഇത് വരുന്നത് സൈഡ് വരുന്നത്. പക്ഷെ ഗോസ്റ്റിൽ കൊടുക്കാതിരുന്നാലോ? ഗോസ്റ്റ് അല്ലെങ്കിൽ തന്നെ പോട്ടെ, ഗോസ്റ്റ് ഇല്ലാതെ തന്നെ പോട്ടെ. താന്ത്രിക കാര്യങ്ങൾ, മാജിക്കൽ ത്രില്ലറൊക്കെ വന്നാലും അതിൽ ഗോസ്റ്റ് വരുന്നില്ല. ഗോസ്റ്റ് വരണ്ട, പക്ഷെ ഒരു എന്താ പറയാ, ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ കുറച്ച് പേടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, എന്താണെങ്കിലും അത്ര നോക്കിയാൽ മതി. അതില്ലെങ്കിൽ കേട്ടോ, അങ്ങനെ ഇല്ലെങ്കിൽ അതായത് പറയാൻ പറ്റൊന്നുമില്ല. അല്ല, ഇവര് പറഞ്ഞെന്താ അറിയോ, അതായത് ചിലപ്പോ അനുഷ്കയ്ക്ക് മനസ്സിലാവാൻ മലയാളല്ലേ, അതും പറയാൻ പറ്റില്ല. എന്താ സീരിയലുണ്ടല്ലോ, സീരിയലിൽ നമ്മൾ കണ്ടിരിക്കുന്ന നല്ല സിനിമ എന്നുള്ളത് ആൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി പറഞ്ഞ് കേട്ടപ്പോഴേ പക്ഷേ സീരിയലിൽ കണ്ട കത്തനാരല്ല ശരിക്കും ഒറിജിനലും. അതായത് 1-2 സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സീരിയലിന് വേണ്ടി വലിച്ചു നീട്ടി ഒരു 150-250 സംഭവങ്ങൾ ഉണ്ടാക്കിയതാണ്. അത്ര ഒന്നും അല്ല, അത് വേറെ രീതിയിൽ തന്നെയാണ് കത്തനാറിന്റെ സ്റ്റോറി പോണത്. പക്ഷെ അത് മാറ്റി സീരിയലിനായിട്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗോസ്റ്റ് എലമെന്റ്സ് ഒക്കെ മാറ്റിയിട്ടേ പക്ക മാജിക്കൽ ത്രില്ലർ ആയിട്ട് സംഗതി ആയിരിക്കാം, ഏത് രീതിയിൽ ഫിക്ഷൻ ആയിരിക്കും, അത് ഉറപ്പാണല്ലോ. പക്ഷെ ഹൊറർ വരണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. എന്നാലും പിന്നെ എന്തിനാണ് ഈ അനുഷ്കനെ വിളിച്ചിരിക്കുന്നത്? നീലിക്ക് സ്വാഗതം. അതൊക്കെ നമ്മുടെ ഓരോ തിയറികളല്ലേ, ആൾക്കാരെ പറ്റിക്കാണോ? എന്തായാലും കണ്ടറിയാം. ഒന്നായിരിക്കൂല, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും സംഭവം. ഞെട്ടാൻ റെഡി ആയിട്ട് തന്നെ ഇരുന്നോ. എന്താണെങ്കിലും എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.